ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളിന്ന് കഴിക്കുന്ന ഒരു മരുന്ന് അതിന് നല്ല ഗുണമേന്മയുണ്ട്, അത് ഫലപ്രദമാണ്. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് ഇതേ മരുന്ന് കഴിക്കുമ്പോഴും ഇതേ ഗുണമേന്മയും സുരക്ഷയും ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? ഫാർമ കമ്പനികൾ എങ്ങനെയാണ് ആ ഉറപ്പ് നമുക്ക് നൽകുന്നത്? ശരി, നിങ്ങളുടെ മരുന്നിന്റെ ഗുണമേന്മയ്ക്ക് പിന്നിൽ ഒരു അദൃശ്യനായ കാവൽക്കാരനുണ്ട്. നമുക്കിന്ന് ആ കാവൽക്കാരനെ ഒന്ന് അടുത്തറിയാം. അതെ, ഈയൊരു ചോദ്യമാണ് ശരിക്കും മുഴുവൻ ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി സിസ്റ്റത്തിന്റെയും കാതൽ. കാരണം ഒരു ബാച്ച് മരുന്നുണ്ടാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ആയിരക്കണക്കിന് ബാച്ചുകൾ തുടർച്ചയായി ഉണ്ടാക്കുമ്പോഴോ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴോ അപ്പോഴും അതേ ഗുണമേന്മ ഒരുപോലെ നിലനിർത്താൻ കഴിയുമോ? അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. നോക്കൂ, ഒരു ബാച്ച് മരുന്ന് നല്ല ക്വാളിറ്റിയുള്ളതായിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതും അതാണ്. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം അതല്ല. അതിനപ്പുറം നിലനിൽക്കുന്ന ഗുണമേന്മ അല്ലെങ്കിൽ സസ്റ്റെയിൻഡ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒന്നാണ് പ്രധാനം. അതായത് നിർമ്മിക്കുന്ന ഓരോ ബാച്ചിലും വർഷം മുഴുവനും ഒരേ നിലവാരം കാത്തുസൂക്ഷിക്കുക. ഇവിടെയാണ് ഫാർമ ഇൻഡസ്ട്രിയുടെ മുഴുവൻ ശ്രദ്ധയും. അപ്പോൾ ഈ ഗുണമേന്മയുടെ സ്ഥിരത എങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? അതിന് ഇൻഡസ്ട്രി ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമുണ്ട്. അതാണ് പ്രൊഡക്റ്റ് ക്വാളിറ്റി റിവ്യൂ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ PQR. ഇതിന് നമുക്ക് ഒരു മരുന്നിന്റെ വാർഷിക ഹെൽത്ത് ചെക്കപ്പ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് ഈ PQR? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു വർഷം മുഴുവൻ നിർമ്മിച്ച ഒരു പ്രത്യേക മരുന്നിന്റെ എല്ലാ ബാച്ചുകളെയും എടുത്ത് വിശദമായി പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ നിർമ്മാണ പ്രക്രിയ ഇപ്പോഴും വിചാരിച്ചതുപോലെ തന്നെ കൺട്രോളിലാണോ എന്ന് നോക്കണം. 2, ഏറ്റവും പ്രധാനമായി ആ മരുന്നിന്റെ ക്വാളിറ്റിക്ക് ഒരു കുറവും വന്നിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. ശരി, ഈ വാർഷിക പരിശോധനയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്ന് നോക്കിയാലോ? ഇതൊരിക്കലും ഒരു ഉപരിപ്ലവമായ നോട്ടമല്ല കേട്ടോ. ഓരോ ഡോസ് മരുന്നിനും പിന്നിലുള്ള ഡേറ്റയെ ആഴത്തിൽ കീറിമുറിച്ച് പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഈ ലിസ്റ്റൊന്ന് നോക്കൂ. എത്ര സമഗ്രമായാണ് ഈ പരിശോധനയെന്ന് മനസ്സിലാകും. ആ വർഷം എത്ര ബാച്ചുകളുണ്ടാക്കി എന്നതിൽ തുടങ്ങി, അതിൽ എത്ര എണ്ണം പരാജയപ്പെട്ടു, നിർമ്മാണത്തിൽ എന്തെങ്കിലും ചെറിയ വ്യതിയാനങ്ങൾ അഥവാ ഡീവിയേഷനുകൾ സംഭവിച്ചോ, ഉപഭോക്താക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പരാതികൾ വന്നോ, അങ്ങനെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. ഇനി പറയാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്ലൈഡിലെ വാചകം ശ്രദ്ധിക്കൂ. PQR എന്നത് നടന്ന കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സാധാരണ റിപ്പോർട്ടല്ല. അതിൻ്റെ യഥാർത്ഥ ശക്തി ആ ഡേറ്റയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തുന്നതിലാണ്. അതായത് ഇതൊരു ട്രെൻഡ് അനാലിസിസ് ടൂളാണ്. എന്താണ് ഈ ട്രെൻഡ് അനാലിസിസ്? അതാണ് PQRന്റെ ഹൃദയമെന്ന് പറയാം. ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ഡാറ്റയിലെ ട്രെൻഡുകൾ നോക്കുമ്പോൾ അത് വ്യക്തമാകും. അങ്ങനെ ഒരു പ്രശ്നം വലുതാകുന്നതിന് മുമ്പ് തന്നെ അതിനെ കണ്ടെത്താനുള്ളൊരു മാർഗമാണിത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഒരു ഉദാഹരണം ആലോചിക്കാം, അല്ലേ? ഒരു മരുന്നുണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ അഥവാ ഡീവിയേഷനുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഓരോ മാസവും ഈ ചെറിയ വ്യതിയാനങ്ങളുടെ എണ്ണം പതിയെ കൂടി വരികയാണെങ്കിലോ? ഓരോന്നും ഒറ്റയ്ക്ക് നോക്കുമ്പോൾ നിസ്സാരമായി തോന്നാം. അതുകൊണ്ട് ആരും അതത്ര കാര്യമാക്കണമെന്നില്ല. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. കണ്ടോ? ആദ്യ മാസം, പിന്നെ 2ാമത്തെ മാസം, 3ാമത്തെ മാസം ഡീവിയേഷനുകളുടെ എണ്ണം പതുക്കെ കൂടി വരുന്നത് കാണുന്നില്ലേ? ദിവസേനയുള്ള റിപ്പോർട്ടുകളിൽ ഒരുപക്ഷേ ഇതാരും ശ്രദ്ധിക്കില്ല. പക്ഷേ ഒരു വർഷത്തെ ഡാറ്റ മൊത്തത്തിലെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ ഈ ട്രെൻഡ് വളരെ വ്യക്തമാകും. ഇത് നമ്മളോട് പറയുന്നത് എന്താണ്? പ്രോസസ്സിൽ എവിടെയോ ഒരു അടിസ്ഥാന പ്രശ്നം ഒളിഞ്ഞിരിപ്പുണ്ട്, അത് ഉടൻ പരിഹരിക്കണമെന്ന്. ഇതാണ് ട്രെൻഡ് അനാലിസിസിന്റെ ശക്തി. അപ്പോൾ ഈ PQR പ്രക്രിയയ്ക്ക് റെഗുലേറ്ററി അധികാരികളൊക്കെ എന്തിനാണ് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? അവരൊരു PQR റിപ്പോർട്ടിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്നാൽ പലപ്പോഴും കമ്പനികൾക്ക് എവിടെയാണ് പിഴവ് പറ്റുന്നത്? നമുക്ക് ആ പ്രതീക്ഷകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസമൊന്ന് നോക്കാം. ഈ പട്ടിക നോക്കൂ. ഒരു വശത്ത് റെഗുലേറ്റർമാർക്ക് എന്താണ് വേണ്ടതെന്ന് പറയുന്നു. പ്രോസസ് ഇപ്പോഴും സ്ഥിരതയുള്ളതാണോ എന്നതിന് വ്യക്തമായൊരു ഉത്തരം വേണം. മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ കണ്ടെത്തണം, പിന്നെ തുടർ നടപടികൾ വേണം. പക്ഷെ മറുവശത്ത് എന്താണ് സാധാരണ കാണുന്നത്? ട്രെൻഡ് അനാലിസിസ് ചെയ്യാത്ത, വ്യക്തമായ നിഗമനങ്ങളില്ലാത്ത, കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമൊന്നും നിർദ്ദേശിക്കാത്ത വെറും റിപ്പോർട്ടുകൾ. ഇത് വെറുമൊരു പേപ്പർ വർക്കും യഥാർത്ഥ ക്വാളിറ്റി ഉറപ്പുവരുത്തലും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ആശയം ഇതാണ്: PQR എന്നത് വെറുമൊരു വാർഷിക റിപ്പോർട്ടിംഗ് മാത്രമല്ല, അതൊരു ചിന്താഗതിയുടെ മാറ്റമാണ്. നമ്മുടെ പ്രോഡക്റ്റിന് ക്വാളിറ്റിയുണ്ട് എന്ന് വെറുതെ അനുമാനിക്കുന്നതിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തുടർച്ചയായി നിലനിർത്തുന്നുണ്ട് എന്ന് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഉറപ്പുവരുത്തുന്നതിലേക്കുള്ള ഒരു മാറ്റം. ഈയൊരു മാറ്റമാണ് രോഗികളുടെ സുരക്ഷയുടെ അടിത്തറ. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ തുടർച്ചയായ അവലോകനം എന്ന ആശയം മരുന്നുകളുടെ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണോ? നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും, നമ്മൾ നിർമ്മിക്കുന്ന മറ്റു ഉൽപ്പന്നങ്ങളിലായാലും, നമ്മൾ നൽകുന്ന സേവനങ്ങളിലായാലും ഈയൊരു രീതി
ഗുണമേന്മയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ എങ്ങനെ മാറ്റിമറിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.